കഴുകന്മാർ. ആഫ്രിക്കയിലെ ഒരു പുൽമേട്ടിൽ ഒരിക്കൽ ഒരു മാൻ അസുഖം ബാധിച്ച് ഒരു ചെറിയ കുളത്തിനരികിൽ ചത്തുവീണു. അതിൻ്റെ മരണകാരണമായ അണുക്കൾ ആ കുടിവെള്ള സ്രോതസ്സിൽ കലരാൻ അധിക സമയം വേണ്ടിവരില്ല. അതിൽ നിന്നും കുളിക്കാനും കുടിക്കാനും പാചകം ചെയ്യാനും മറ്റുമായി വെള്ളമെടുക്കുന്ന തദ്ദേശീയർക്ക് അസുഖം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആ പ്രദേശം വൃത്തിയാക്കുന്നവർക്ക് ഈ അസുഖബാധിതമായ ശവശരീരം ഒരു പ്രശ്നമേയല്ല. അവർക്കതൊരു വിരുന്നാണ്. അതെ, നൂബിയൻ കഴുകന്മാർ അഥവാ ലാപ്പറ്റ് ഫേസ്ഡ് കഴുകന്മാർ എന്നറിയപ്പെടുന്ന 10 കിലോയോളം ഭാരവും 3 മീറ്ററിലധികം ചിറകുവ്യാസവുമുള്ള ഇവയാണ് ശവന്തീനികളിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ. ഇവയുടെ അതിശക്തമായ ചുണ്ടും കഴുത്തും ഏത് കട്ടികൂടിയ തൊലിയും മാംസവും തുളച്ചു കയറും. നൂബിയൻ കഴുകന്മാരുടെ തീറ്റ കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത്രയും ശക്തരല്ലാത്ത മറ്റു കഴുകന്മാർക്ക് മാംസഭോജനത്തിനായി ശവശരീരം തയ്യാറായി കഴിഞ്ഞിരിക്കും. വെറും 6 അടി മാത്രം ചിറകുവ്യാസമുള്ള ഈജിപ്ഷ്യൻ കഴുകന്മാർക്ക് കൂറ്റൻ നൂബിയൻ കഴുകന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇവ പോർച്ചുഗൽ നിവാസികളാണ്. ആഫ്രിക്കയിലേക്ക് വർഷാവർഷം ദേശാടനം നടത്താറുള്ള ഇവ മണിക്കൂറുകളോളം പറക്കാൻ ശേഷിയുള്ളവയാണ്. ശരീരവലിപ്പം കുറവാണെങ്കിലും നൂബിയൻ കഴുകന്മാരെ അപേക്ഷിച്ച് ബുദ്ധി കൂടുതലുള്ള വർഗമാണ് ഈജിപ്ഷ്യൻ കഴുകന്മാർ. ഇവ ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾ കല്ലുപയോഗിച്ച് പൊട്ടിച്ച് കുടിക്കാറുണ്ട്. കടൽ നിരപ്പിൽ നിന്നും 11,000-ലധികം മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഏക പക്ഷിയാണ് റൂപ്പൽസ് ഗ്രിഫൺ കഴുകൻ. ഇത്രയും ഉയരത്തിൽ നിന്നും താഴെ ഭൂമിയിൽ കിടക്കുന്ന ശവശരീരങ്ങളൊന്നും കാണാൻ ഇവയ്ക്ക് സാധിക്കില്ല. പക്ഷെ താഴ്ന്നു പറക്കുന്ന കഴുകന്മാരെ ഇവയ്ക്ക് കാണാം. അവ പോകുന്നത് നോക്കി ഭക്ഷണം കണ്ടെത്താൻ റൂപ്പൽസ് ഗ്രിഫോൺ കഴുകന്മാർക്ക് സാധിക്കും. മിക്ക കഴുകന്മാരും കഷണ്ടിത്തലയന്മാരാണ്. ഒരു തൂവൽ പോലും ഇല്ലാത്ത നല്ല മൊട്ടത്തലയന്മാർ. പൂർണ്ണമായും തൂവൽ രഹിതമായ തല കൊണ്ട് ഇവർക്ക് ഉപകാരമുണ്ട്. ശവശരീരത്തിനുള്ളിലേക്ക് തല കടത്തുമ്പോൾ അഴുക്കും രക്തവും മറ്റും പറ്റിപ്പിടിക്കാതെ തല എപ്പോഴും വൃത്തിയായിരിക്കും. മുകളിലും താഴെയുമായി പറക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ താപ വ്യതിയാനങ്ങളെ ചെറുക്കാനും ഈ മൊട്ടത്തല ഉപകരിക്കും. ഒരു വലിയ പുള്ളിമാനിൻ്റെ ശവം തിന്നു തീർക്കാൻ 10-15 കഴുകന്മാരുള്ള ഒരു കൂട്ടത്തിന് വെറും അരമണിക്കൂർ മതിയാകും. അസുഖബാധിതമായി മരിച്ച മൃഗങ്ങൾ അണുക്കളെ എവിടെയെങ്കിലും പരത്താനുള്ള അവസരം പോലും ഈ കഴുകന്മാർ കൊടുക്കില്ല. അസുഖമുള്ളതും അല്ലാത്തതുമായ മൃഗങ്ങളുടെ ശവശരീരം കഴിച്ചാലും കഴുകന്മാർക്ക് അസുഖമൊന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തുള്ള എല്ലാ പക്ഷിമൃഗാദികളെക്കാളും കുറഞ്ഞ pH നിരക്കാണ് കഴുകന്മാരുടെ ആമാശയദ്രവത്തിന്. അത് വെറും 1. ഏറ്റവും അമ്ലത കൂടിയ ആമാശയദ്രവം. ഇത്രയും അമ്ലതയുള്ള ദഹനരസം ഛർദ്ദിക്കുന്നതിനാൽ ഇവയെ ആക്രമിക്കാൻ മറ്റു ജീവികൾ പോലും മുതിരാറില്ല. തെക്കൻ യൂറോപ്പിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലും ടിബറ്റിലും കാണപ്പെടുന്ന മലയിടുക്കുകളിൽ കൂടുകൂട്ടുന്ന താടിക്കാരൻ കഴുകന്മാർക്ക് അഥവാ മൗണ്ടൻ ഡ്വെല്ലിംഗ് ബിയേർഡഡ് വൾച്ചറിന് 24 മണിക്കൂറുകൾ കൊണ്ട് എല്ലുകൾ വരെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും ശക്തിയേറിയ ദഹനരസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്ഷയത്തിൻ്റെയും കോളറയുടെയും ആന്ത്രാക്സിൻ്റെയും മറ്റും അണുക്കൾ വരെ ഈ കഴുകന്മാരുടെ വയറ്റിൽ ചെല്ലുന്നതോടെ കീഴടങ്ങുന്നത്. ശവശരീരങ്ങളിൽ നിന്നും പകരുന്ന ഇത്തരം അസുഖങ്ങൾ മനുഷ്യർക്കിടയിൽ പടരാതിരിക്കാൻ കഴുകന്മാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? പ്രകൃതിയിൽ ഉണ്ടാകുന്ന അണുക്കളെ തടയാൻ കഴുകന്മാർക്ക് കഴിയുമെങ്കിലും മനുഷ്യനിർമ്മിതമായ വിഷങ്ങളിൽ നിന്നും മറ്റു ജീവികളെപ്പോലെ ഇവയ്ക്കും രക്ഷയില്ല. വേദനാസംഹാരിയായി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ഡൈക്ലോഫിനാക് എന്ന മരുന്ന് ഒരു കാലത്ത് കഴുകന്മാരുടെ വംശനാശത്തിന് വരെ കാരണമായി തീർന്നു. 1990 മുതലാണ് ഇത് സംഭവിച്ചു തുടങ്ങിയത്. എങ്കിലും 2003-ൽ പാകിസ്ഥാനിൽ നടത്തിയ ഒരു പഠനത്തിലാണ് ഡൈക്ലോഫിനാക്കാണ് കഴുകന്മാരുടെ കൂട്ടത്തോടെയുള്ള മരണത്തിന് കാരണക്കാരനായതെന്ന് കണ്ടെത്തിയത്. ഡൈക്ലോഫിനാക് കൊണ്ട് ചികിത്സിച്ച കന്നുകാലികൾ ചത്തപ്പോൾ അവയുടെ ശവശരീരം ഭക്ഷിച്ച കഴുകന്മാരുടെ ശരീരത്തിൽ ഡൈക്ലോഫിനാക് എത്തുകയും അത് അവയുടെ വൃക്കകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെയാണ് കഴുകന്മാർ വലിയ തോതിൽ കൊല്ലപ്പെട്ടത്. ആവാസ വ്യവസ്ഥയിലുണ്ടായ കുറവും വൈദ്യുത ലൈനുകളിൽ നിന്നും ഷോക്കേറ്റും മരണപ്പെട്ട കഴുകന്മാരെക്കാളും കൂടുതൽ കഴുകന്മാർ ഡൈക്ലോഫിനാക് ഉള്ളിൽ ചെന്ന് കൊല്ലപ്പെടുകയുണ്ടായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്ഥിതി ഇതായിരുന്നെങ്കിൽ ആഫ്രിക്കൻ വൻകരകളിലെ കഴുകന്മാരുടെ വംശനാശത്തിന് കാരണം മൃഗവേട്ടക്കാരായിരുന്നു. ആനയുടെയും കാണ്ടാമൃഗങ്ങളുടെയും കൊമ്പുകൾക്കും പുള്ളിപ്പുലിയുടെയും കടുവയുടെയും മാനുകളുടെയും തൊലികൾക്കും വേണ്ടി വേട്ടയാടുന്നവർ
അവയുടെ ശവശരീരങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. ഇവയെ ഭക്ഷിക്കാൻ കഴുകന്മാർ കൂട്ടത്തോടെ എത്താൻ തുടങ്ങിയപ്പോൾ വനപാലകരുടെ ശ്രദ്ധ ഈ കുറ്റകൃത്യങ്ങളിലേക്കും അതിന് കാരണക്കാരായവരുടെ നേർക്കും തിരിയാൻ തുടങ്ങി. ഈ ശ്രദ്ധയാകർഷിക്കൽ ഒഴിവാക്കാൻ വേട്ടക്കാർ ശവശരീരങ്ങളിൽ വിഷം വയ്ക്കാൻ തുടങ്ങി. വിഷമയമായ ഒരു ശവം കൊണ്ട് 500-ലധികം കഴുകന്മാർ വരെ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ലോകത്താകമാനമുള്ള കഴുക ജനുസുകളിൽ 50%-ലധികവും വംശനാശ ഭീഷണിയെ നേരിടുകയാണ്. കഴുകന്മാർ പൂർണ്ണമായും ഇല്ലാതായ പ്രദേശങ്ങളിൽ ശവങ്ങൾ അഴുകാൻ സാധാരണയിലും 3 ഇരട്ടി സമയമാണ് എടുക്കുന്നത്. അത് ചുറ്റുവട്ടത്തിലുള്ള കുടിവെള്ള സ്രോതസ്സുകളെ കണ്ടമാനം മലിനമാക്കുന്നു. കൂടാതെ അലഞ്ഞുതിരിയുന്ന നായ്ക്കളും എലികളും രോഗവാഹകരാകുകയും അത് മനുഷ്യരിലെത്തിക്കുകയും ചെയ്യുന്നു. കഴുകന്മാർ മനുഷ്യ സമൂഹത്തെയും പ്രകൃതിയെയും എത്രയധികം സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചിലരെങ്കിലും ഉണ്ടെന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. അവർ കഴുകന്മാരുടെ പുനരധിവാസത്തിനും പ്രജനനത്തിനുമായി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വൾച്ചർ റെസ്റ്റോറൻറ്റ്. ഇന്ത്യയിൽ നാസിക്കിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും മറ്റും ഇത്തരം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലത്തെ മരുന്നുകൾ കൊണ്ട് മലിനമാകാത്ത കന്നുകാലികളുടെ ശവശരീരങ്ങൾ നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ കർഷകർക്ക് ഒരുക്കിയിരിക്കുന്നു. കഴുകന്മാർ പെട്ടെന്ന് തന്നെ ആ മരണത്തെ സ്വീകരിച്ച് അണുവിമുക്തമായ പ്രകൃതിയെ ജീവിതത്തിന് മനുഷ്യർക്ക് തിരിച്ചു നൽകുന്നു. താങ്ക് യു.